മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പൊതുയോഗം ജില്ലയിലെ പ്രധാന പ്രവർത്തകരുടെ കൺവെൻഷൻ ഇന്ന് കണ്ണൂരിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെത്തിയിട്ടുള്ളത്. കേരളം കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന്, PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം, പ്രത്യേകിച്ചും CPM രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് പറയാൻ വയ്യ. കാരണം ഈ 2 വിഷയത്തെയും അതിശക്തമായി ഇടതുപക്ഷ പാർട്ടികൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്ത് ഇന്ത്യയൊട്ടാകെ വർഗീയവൽക്കരിക്കാനും രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ മാറ്റിയെഴുതപ്പെടുന്നു. മഹാത്മാഗാന്ധിയെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കാളിത്തവുമില്ലാത്ത BJPയും RSSും രാജ്യസ്വാതന്ത്ര്യത്തിൽ അവരാണ് ഏറ്റവും മുന്നിൽ നിന്നത് എന്ന രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം കേരളം അതിഗൗരവമായി ചർച്ച ചെയ്തതാണ്. അതിൽ ഇടതുപക്ഷമെന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മനസ്സോട് കൂടിയിട്ട് എതിർത്തു പോന്ന ഒരു സംവിധാനത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഇവിടെ 2 ദിവസം മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന PM ശ്രീയും പദ്ധതിയിൽ സഹകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി തയ്യാറാകുകയും ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച വിഷയം മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല, CPM നേതൃത്വം സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ പോലും ചർച്ച ചെയ്യാതെ പിണറായിയുടെ ഒറ്റ ഉത്തരവിന് വിധേയമായിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ത്യയിലാകെ ഫാസിസം ആഞ്ഞടിക്കുമ്പോഴും കേരളവും തമിഴ്നാടും നമുക്കറിയാം എന്നും തിരിഞ്ഞു നിന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ 15 വർഷമായി പശ്ചിമ ബംഗാളും അതേ മതേതരത്വ പാത പിന്തുടരുന്ന ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്നത്. ഇന്നലെ പത്രക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വൈകുന്നേരം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിച്ചത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് എന്താണ് കുഴപ്പം? 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പുള്ളി തിരിച്ചു ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങളല്ലല്ലോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുഴപ്പമുണ്ടെന്നും അത് രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുന്നതാണെന്നും ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും അതിന് പ്രസിദ്ധീകരണങ്ങൾ നടത്തിയതും പത്രസമ്മേളനങ്ങൾ നടത്തിയതും ഇന്ത്യയിലാകെ പ്രചരണം നടത്തിയതും നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളുടെ പാർട്ടിയല്ലേ എന്ന് തിരിച്ച് മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം. ഞാൻ 1 വർഷം മുമ്പ് ഈ ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒപ്പം നിന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ജനപ്രതിനിധിയായി കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വരാനുണ്ടായ സാഹചര്യങ്ങൾ, അന്ന് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേരളത്തിൽ വർഗീയവൽക്കരണം, ഫാസിസം
പോലീസിൻ്റെ അകത്തെ വിഭാഗീയത, അവിടെ നടക്കുന്ന വർഗീയവൽക്കരണം, മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര BJP ഗവൺമെൻറ്റും നേതൃത്വവുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ അധാർമിക ബന്ധങ്ങൾ, വരാനിരിക്കുന്ന ഇതിൻ്റെ പരിണിത ഫലങ്ങൾ കേരളത്തിലെ പൊതുപ്രവർത്തകർക്കും സഖാക്കൾക്കുൾപ്പെടെ സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അന്ന് പറഞ്ഞത് ഓരോന്നും ഇവിടെ അടിവരയിടുകയാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കറിയാം, ശ്രീമതി മമതാ ബാനർജി എടുത്തു വരുന്ന നിലപാട് ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് പശ്ചിമ ബംഗാളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയെ സമീപിക്കാനും സമീപിച്ചതിൽ അനുകൂലമായ നിലപാട് നമ്മുടെ മുന്നിൽ തന്നെ, കേരളത്തിന് മുന്നിൽ തന്നെ 6 മാസം മുമ്പുണ്ട്. GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടാതെയായപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അന്ന് നൽകിയ ഉത്തരവ് നിങ്ങൾക്കറിയാം, 12,000 കോടി രൂപ അടിയന്തരമായി നൽകാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണം ലഭിച്ചൊരു ഗവൺമെൻറ്റാണ്. അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിട്ടും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ ഡയറക്റ്റായി പോയിട്ട് 1,500 കോടി റുപ്യ കിട്ടും എന്ന കണക്കാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാരെ പറ്റിക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 1,96,000 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ്. 1,96,000 കോടി രൂപ ഒരു ഗവൺമെൻറ് ഒരു വർഷത്തിൽ ഒരു സംസ്ഥാനത്ത് ചെലവഴിക്കാൻ ശേഷിയുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ 1,96,000 കോടിയുടെ എത്ര ശതമാനമാണ് 1,500 കോടി? വെറും 0.6% ഒരു ബഡ്ജറ്റിൻ്റെ 1% പോലും വരാത്ത തുച്ഛമായ ഒരു സംഖ്യക്ക് കേരളത്തിലെ മതേതര സമൂഹത്തെ ഒറ്റയടിക്ക് തൂക്കി വിറ്റു പിണറായി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ 1,500 കോടി നേടാനാണോ? അതല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്? നമ്മൾ പരിശോധിക്കണം. ഇതിൻ്റെ തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നത്. ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. എന്തിനാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത് എന്ന് ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ പോയി കാണാറുള്ളത് നമുക്കറിയാം. എന്ത് സാഹചര്യത്തിലാണ്? സംസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം തേടാനും കാര്യങ്ങൾ വിശദീകരിക്കാനും സംസ്ഥാന മുഖ്യമന്ത്രിമാർ ചില ഘട്ടത്തിലൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല. മാത്രമല്ല, അതിൽ പ്രത്യേകം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരെ കാണാറുള്ളത് എവിടെയാണ്? ഓഫീസിലാണ്. ഓഫീസിൽ പോയിട്ടല്ല കണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ കേരളത്തിൻ്റെ ഗവർണറെയും കൂട്ടി കേരള ഹൗസിൽ കേന്ദ്ര സാമ്പത്തിക ഫൈനാൻസ് മിനിസ്റ്റർക്ക് നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തമായും പച്ചയായും RSSുമായും BJPയുമായും ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ 1-2 വർഷമായി നടത്തി വരുന്ന അവരുടെ അധാർമികമായ രാഷ്ട്രീയ ബന്ധം, അതിന് അടിവരയിടുന്നതാണ് അവസാനമായി ഈ PM ശ്രീയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചത് എന്ന് കേരളം തിരിച്ചറിയുകയാണ്. ഇതിനെതിരെയുള്ള കേരളത്തിലെ
ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരം കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ മതേതര സമൂഹം, കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായും രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ, നമ്മുടെ സംസ്കാരം, മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത നിലനിർത്താൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ, ഈ പിണറായിസത്തിനെതിരെ കേരളത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യം വളരെ വ്യക്തമാണ്. ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ സമരം നയിക്കുന്ന UDF സംവിധാനത്തെ സഹായിക്കുന്ന നിലപാട് സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കും. അതുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ആ ചർച്ചകൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണോ കേരളത്തിലെ MLA-ഷിപ്പ് രാജിവെച്ച് ഞാൻ പുറത്തിറങ്ങിയത്, അത് കേരളത്തിലെ പിണറായിസത്തിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒറ്റയടിക്ക് കൊണ്ടുപോയി ഈ പറയുന്ന BJPയുടെ ആലയിൽ കെട്ടുന്ന നിലപാടിലേക്ക് സഖാവ് പിണറായി മാറിയപ്പോഴാണ് ഞാൻ അതിനെതിരെ പ്രതിഷേധിക്കുകയും രാജിവെക്കുകയും പുറത്തു വരികയും ചെയ്തത്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനെ, പിണറായിസത്തെ താഴെ ഇറക്കാൻ സഹകരിക്കാൻ ആരൊക്കെയായി സഹകരിക്കാൻ പറ്റുമോ അവരൊക്കെയായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, BJP CPM ബന്ധം എന്ന് ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അന്നത്തെ പത്രവാർത്തകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അന്നും ഞാൻ പറഞ്ഞത് പിണറായി BJP ബന്ധമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര BJP നേതൃത്വവുമായുള്ള ബന്ധമാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരാൾ പറഞ്ഞിട്ടില്ല, LDF കൺവീനർ അറിഞ്ഞിട്ടില്ല, പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടില്ല, ഗോവിന്ദ മാഷ് അറിഞ്ഞിട്ടില്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ആരും അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പാർട്ടി CPM പോളിറ്റ് ബ്യൂറോ കൂടി 4 വർഷം മുമ്പ് എടുത്ത ശക്തമായ തീരുമാനമാണ്. ഒരു നിലക്കും ഇന്ത്യയിൽ എവിടെയും NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കരുത്. അത് ഈ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് എന്ന് ആരാ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2020 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് 16 പോയിൻ്റുകളാണ് മുഹമ്മദ് റിയാസ് അന്ന് ഈ NEPയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. നിങ്ങളതൊന്ന് വായിക്കണം. അതിലെന്ത് മാറ്റം ഉണ്ടായിട്ടുള്ളത്? അത് ഒന്നുകൂടെ ശക്തമാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എവിടെയാണ് ഈ മാറ്റം വന്നത്? ഈ ധൃതി പിടിച്ചുള്ള ഈ തീരുമാനത്തിൻ്റെ പിന്നിലെന്താണ്? അത് വ്യക്തമാക്കാൻ CPM ബാധ്യസ്ഥരാണ്. അതുതന്നെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ BJP നേതൃത്വം പോലും അന്തമിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എന്താ പറയുക, പെട്ടെന്ന് വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ കൈരളി ചാനലായാലും ദേശാഭിമാനിയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ലേഖനങ്ങളും അവരുടെ വാർത്താ സംവിധാനങ്ങളും എത്രയോ കാലം ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പോന്ന്. ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണിത് മാറുന്നത്? എന്താണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്? വളരെ വ്യക്തം. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നിങ്ങൾക്കറിയാം. പിണറായി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, NEP മോശമൊന്നുമില്ല, ഞങ്ങൾ നയം മാറ്റിയിരിക്കുന്നു, ഞങ്ങൾ വേണ്ടി വന്നാൽ ഇനിയും മാറ്റും, നിങ്ങൾ സൗകര്യമുള്ളത് നിങ്ങൾ പറഞ്ഞോ. ഇതായിരുന്നല്ലോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം പത്രസമ്മേളനത്തിൽ. അങ്ങനെ പറയുന്ന ഒരാളാണോ സഖാവ് ശിവൻകുട്ടി? നമ്മൾ ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് എഴുതി കൊടുത്ത കാര്യങ്ങൾ അവിടെ വന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ IAS-കാരനായ സെക്രട്ടറിയെയും കൂടി കൂടെ ഇരുത്തിയിട്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നത്. ഇന്ന് വരെ അദ്ദേഹം അങ്ങനെ പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നേർക്കുനേരെ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിണറാളികളായി പ്രവർത്തിക്കുന്ന IAS ഓഫീസർമാരെ കൂടെ ഇരുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് ചെരിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലേക്ക്, സ്വന്തമായിട്ട് ഉത്തരം പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM മന്ത്രിമാർ അധപ്പതിക്കുന്ന ചിത്രമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പം ഇത് കേരളം തിരിച്ചറിയണം. ഈ വിഷയത്തിലെ ഇപ്പം CPI വലിയ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട്. CPI അവരുടെ CPM-ന്റെ ക്യാമ്പസ് നേതൃത്വത്തെ ഈ വിഷയം അറിയിക്കുന്നു. കേരളത്തിൽ ഉടനീളം CPI-ന്റെ മന്ത്രിമാർ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഒരു തുറന്നടിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ BJP ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് CPI-യും CPM-ഉം തമ്മിലുള്ള ഒരു ഒത്തുകളി മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ നാടകം. മാത്രമല്ല, ഈ ശബരിമല വിഷയത്തിൽ നിന്ന് ഇതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ഈ BMC അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്ന രീതിയിലാണ് BJP ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? താങ്കൾക്ക് ആരുമായിട്ട് പ്രവർത്തിച്ച ഒരു പരിചയമുള്ളതാണ്. അല്ല, BJP ആ നോക്കിക്കാണുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇത് രണ്ടും തന്നെയാണ്, യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. കാരണം BJP ആ രീതിയിലേക്ക് അവരുടെ പൊളിറ്റിക്സ് തിരിച്ചു കൊണ്ടുവരണം അവർക്ക്. ഇപ്പോൾ ഇന്നലെ എന്താണ് പോറ്റി പറഞ്ഞിട്ടുള്ളത്? സ്വർണം വിറ്റ ആളപ്പോൾ കണ്ടെത്തി. അമ്പലം വിഴുങ്ങികൾ എന്ന് പണ്ട് നമ്മളെ കാരണവന്മാരൊക്കെ ഉദാഹരണമായി പറയാറുണ്ട്. അമ്പലം വിഴുങ്ങികളായിട്ടുള്ള അധികാരികളുടെ കേരളത്തിലെ ഈ പറയുന്ന സകല ക്ഷേത്രങ്ങളുടെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ക്ഷേത്ര മുതലുകൾ മുഴുവനും കൊള്ളയടിച്ച ഒരു കാലം കേരളത്തിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ചും വിശ്വാസ സമൂഹം, ഹൈന്ദവ സമുദായം മാത്രമല്ല, കേരളത്തിലെ എല്ലാ മറ്റു ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും ആ വിഷയത്തിൽ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളോടൊപ്പമാണ്. വിശ്വാസികൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നൽകിയ മുതലാണ് കൊള്ളയടിച്ചു പോകുന്നത്. അതൊരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-നെ വലിയൊരു തകരാറില്ലാതെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത BJP-യെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP എവിടെയും തൊടാത്ത ഒരു നിലപാട് സ്വീകരിച്ചു പോകുന്നത്. CPI ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആയുസ് എത്രയുണ്ട് എന്ന് 27-ാം തീയതി നമുക്കറിയാം. അതിന് 2 ദിവസമേ ഉള്ളൂ. ഇന്ന് 25-ആണ്, നാളെ 26-ആണ്, മറ്റന്നാൾ 27-ആണ്. 27-ന് ഞങ്ങളൊരു തീരുമാനമെടുക്കും എന്നാണ് പാർട്ടിയുടെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഇതെന്ത് ഗവൺമെൻറ്, ഇതെന്ത് മുന്നണി, ഇതെന്ത് തീരുമാനം? സന്തോഷ് MP എന്താ പറഞ്ഞത്? തലയിൽ മുണ്ടിട്ട് പോയിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഗോളി സെൽഫ് ഗോൾ അടിച്ചിരിക്കുന്നു. ഇത് ആരാ പറയുന്നത്? കോൺഗ്രസ് അല്ല, UDF അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഈ ഗവൺമെൻറ്റിലെ പ്രബലമായ രണ്ടാമത്തെ കക്ഷി 4 മന്ത്രിമാർ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. അവർ അവഹേളിക്കപ്പെട്ടു എന്ന് അവർ പറയാണ്. മന്ത്രിമാർ ഇന്നലെ രാവിലെ നടത്തിയ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാർത്തകളിൽ കണ്ട കാര്യം ശരിയാണെങ്കിൽ അങ്ങേയറ്റം അപമാനകരമായ നിലപാടാണ് മന്ത്രി എടുത്തത് എന്ന് ആരാ പറഞ്ഞത്? CPI-യുടെ മന്ത്രിമാർ. CPI-യുടെ മന്ത്രിമാർക്ക് വിവരം കൊടുക്കുന്നത് ആരാ? ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകർ. ആ രീതിയിലേക്ക് അവർ അപമാനിക്കപ്പെട്ടു എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ഒരു മടിയുമില്ലാതെ അവർ പുറത്തു വന്ന് ഇന്നലെ സംസാരിക്കുകയാണ്. അത് ആ നിലപാടിൽ CPI ഉറച്ചു നിൽക്കുമോ അല്ല, അത് സാധാരണ എടുക്കുന്ന ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം. പൂരം കലക്കൽ നിങ്ങൾക്കറിയാം. അന്ന് ഞാൻ ഉന്നയിച്ച വാദങ്ങളോടൊപ്പം നിന്നവരാണ് CPI-യിലെ മന്ത്രിമാരടക്കം. ഒരു കാരണവശാലും അജിത് കുമാറിനെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുത്തരുത് എന്ന് പറഞ്ഞവരാണ്. പിന്നീടുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് CPI-ക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് CPI-യുടെ സ്റ്റാൻഡിന് ഇനി 72 മണിക്കൂർ സമയം കൂടെ ഉണ്ട്. ആ 72 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാം എന്ത് CPI നിലപാടെടുക്കുന്നത്. എന്ന് പറയുന്നു. ഇങ്ങനെ UDF-ൽ കോൺഗ്രസിൽ വലിയ തോതിലുള്ള തർക്കങ്ങളൊക്കെ ഇത് ഏതെങ്കിലും തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്?
കേരളത്തിലെ UDF-ലും കോൺഗ്രസ് ലീഡർഷിപ്പിലും ഒരു തർക്കവുമില്ല. അത് തർക്കമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില എന്താ പറയുക സ്ഥാപിത താല്പര്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ്സിൽ വലിയ വിഷയമാണ്. കോൺഗ്രസ്സിൽ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് എവിടെയെങ്കിലും ഒരു ദുസ്സൂചനയെങ്കിലും ഈ പറയുന്ന നേതൃത്വത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിട്ടില്ല. വാർത്തകൾ ചമക്കപ്പെടുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒട്ടാകെയുള്ള യാത്ര ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന പോരാട്ടം അത് ചില വിഷമങ്ങൾ ഗവൺമെൻറ്റിന് നന്നായിട്ടുണ്ടാക്കുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്? പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതി അവലംബിക്കുന്നു CPM. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ്, ഇന്നാണ് വോട്ടിംഗ് അല്ലെങ്കിൽ നാളെയാണ് വോട്ടിംഗ് നടക്കുന്നതെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സ് വായിക്കുന്നവർക്ക്, മനുഷ്യരുമായി ഇടപെടുന്നവർക്ക്, കമ്മ്യൂണിസ്റ്റുകാരായ പാവപ്പെട്ട സാധാരണക്കാരായ സഖാക്കളുമായി ബന്ധമുള്ളവർക്ക്, ഇവിടുത്തെ തൊഴിലാളി വർഗവുമായി ബന്ധമുള്ള പൊതുപ്രവർത്തകന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് 100 സീറ്റിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നു 100 സീറ്റിൻ്റെ മേലധികാരത്തിൽ വരും. 100 സീറ്റിൻ്റെ മേലധികാരത്തിൽ വരും. അതിലൊരു രാഷ്ട്രീയമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത്. ആശാ വർക്കർമാരുടെ ആ സഹോദരിമാർ 256 ദിവസമായി സമരം ആരംഭിച്ചിട്ട് എന്താ പിണറായിയുടെ നിലപാട്? ജീപ്പ് കയറ്റി കൊല്ലാൻ നോക്കുന്നു, വസ്ത്രം വലിച്ചു കീറുന്നു പോലീസ്, മൈക്കെടുത്ത് ഓടുന്നു പോലീസ്. ഇത്രയും ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു തൊഴിലാളി സംഘടന കേരളത്തിലുണ്ടോ? എന്താ അവർ ചെയ്ത തെറ്റ്? 232 രൂപയാണ്. 232 രൂപക്ക് 2 പൊറാട്ടി ഒരു ബീഫ് കഴിക്കാൻ കഴിയും ഇന്നത്തെ കാലത്ത്? നമുക്കറിവുള്ളതല്ലേ. 232 ആഫ്രിക്കയിലല്ലേ? ഞാൻ ആഫ്രിക്കയിൽ പോകാം. ആഫ്രിക്കയിൽ മിനിമം കൂലി 400 രൂപയാണ്. ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യം. 400 രൂപയാണ് മിനിമം കൂലി. ഇവിടെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ 232 രൂപയിൽ ഒരു 100 രൂപ, ഒരു 300 രൂപയാക്കി കൊടുക്കുക. എന്താ നിലപാട്? അവരെ കൊല്ലാൻ നടക്കുകയാണ്. 27,000 ആശമാരുണ്ട് ഇവിടെ. കേന്ദ്ര കണക്ക് പ്രകാരം 1000 ആൾക്കൊരാശയാണ്. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് 3.5 കോടി ജനമുണ്ട് കേരളത്തിൽ. 3.5 കോടി ജനങ്ങൾക്ക് 1000-ന് ഒരാളെ വെച്ച് തീരുമാനിക്കുകയാണെങ്കിൽ 35,000 ആളെ നിയമിക്കണം. ഇപ്പോൾ ഇവിടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡുകൾ വർദ്ധിച്ചെന്താ? ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഈ വർദ്ധിച്ച വാർഡുകളിൽ ആശ എവിടെ? അവിടെ ആശാ വർക്കർമാരില്ലല്ലോ, പുതുതായിട്ട് നിയമനം നടത്തിയിട്ടില്ലല്ലോ. വാർഡ് വരുമ്പോൾ തന്നെ വരണ്ടേ? അവിടെ പോയി ജനങ്ങളെ സേവിക്കാൻ ആരാ ഉള്ളത്? ആ പാവപ്പെട്ട സഹോദരിമാർ, അവർ കേരളത്തിൽ ഉയർത്തിയ വെല്ലുവിളി കേരളത്തിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും തൊഴിലാളികളെ മാനുഷികമായി കാണുന്ന മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഇവർക്കെതിരെയുള്ള പ്രതികാരം വരാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിലാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് അവരെ അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള സൈബർ ടീമല്ല, കേരളത്തിലെ CITUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് അവർക്കെതിരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 100 അല്ല 110 സീറ്റിൽ കേരളത്തിൽ അധികാരത്തിൽ UDF വരുമെന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ എന്തായാലും തൊഴിലാളി വർഗ പാർട്ടിക്ക് തൊഴിലാളികളുണ്ടോ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. ആരാ പറയുന്നത്? ഈ പറയുന്ന ദേവസ്വം മന്ത്രി, അയ്യപ്പനെ ആകെ അടിച്ചു മാറ്റിപ്പോയ മന്ത്രിയാണ് പറയുന്നത്. ഏത്? ഇവിടുത്തെ എല്ലാ സമ്പന്നരും ഞങ്ങളുടെ പാർട്ട്ണർമാരാണ്. അതിൽ അഭിമാനം കൊള്ളുകയാണ്, ഊറ്റം കൊള്ളുകയാണ്. തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ പറയുക, നെറ്റി ചുളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായി. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. സിന്ദൂരിലുണ്ടായത് എന്താണ്? ടാറ്റയ്ക്ക് ഭൂമി എടുക്കാൻ പോയി, അതിനെ ന്യായീകരിച്ചു. അതേ ന്യായീകരണമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യത്തിൽ CPM ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പശ്ചിമ ബംഗാളല്ല, ത്രിപുര എന്താ സ്ഥിതി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല ഓഫീസുകളും BJPയുടെ ഓഫീസായി മാറി.
ഞാൻ ത്രിപുരയിൽ പോയി നേരിട്ട് കണ്ടവനാ. സകല ഓഫീസുകളും ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ ആ പറയുന്ന എന്താ പറയുക AKG സെൻറ്ററിൻ്റെ കളർ തന്നെ മാറ്റി. നിങ്ങൾക്കറിയാലോ, ചുവപ്പ് മാറ്റി മറൂണാക്കി. ഇനിയിപ്പം ജില്ലാ കമ്മിറ്റി മറ്റ് താഴെയുള്ള ഓഫീസുകൾ മാറ്റാനൊരു പ്രയാസമില്ല. അന്ന് തിരുവനന്തപുരത്ത് പത്രക്കാർ ചോദിച്ചു, എന്താണ് സെക്രട്ടറി ഈ കളറിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ? ചുവപ്പല്ലല്ലോ. പാർട്ടി സെക്രട്ടറി എന്നാ പറഞ്ഞു, നെഗറ്റീവ് എനർജി അല്ലേ ചുവപ്പ് ഇത്. ആരാ പറഞ്ഞ്? ഗോവിന്ദ മാഷ്. ആരോടാ പറഞ്ഞ്? നിങ്ങളോട് പറഞ്ഞ്. നെഗറ്റീവ് എനർജി ചുവപ്പേ. ചുമപ്പ് കണ്ടാൽ നെഗറ്റീവ് എനർജി, പാവപ്പെട്ട തൊഴിലാളികളെ കണ്ടാൽ നെഗറ്റീവ് എനർജി, അദാനിയെ കണ്ടാൽ കെട്ടിപ്പിടിക്കും. എന്തു നല്ല പാർട്ടി! പിന്നെ NEP ഇവിടെ നടപ്പിലാക്കുള്ളൂ, ഇതിലപ്പുറം നടപ്പിലാക്കും, ഒരു തർക്കവും വേണ്ട. ഇതാണ് ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞത്. അത് ഓരോന്നോരോന്നായി ഇവിടെ വരുന്നു. പക്ഷേ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കേരളമാണ്. വെള്ളാപ്പള്ളിയെ കേരളം മുഴുവൻ നടത്തി വർഗീയത പറഞ്ഞാലും, ഈ രാജ്യത്തെ എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടിക്കെട്ടിയാലും അത് നേതൃത്വമാണ് മാത്രമാണ്. ഈ വർഗീയ നേതൃത്വം അത് നേതൃത്വത്തിൽ ഒതുങ്ങുകയാണ്. സാധാരണക്കാരായ മനുഷ്യർ, അത് ഹിന്ദു ആയാലും ക്രൈസ്തവരായാലും മുസൽമാനായാലും, അവരുടെയൊക്കെ മനസ്സ് കേരളത്തിൽ അവർ മതേതരത്വത്തോടൊപ്പമാണ്. കേരളം മുഴുവൻ നടത്തി വർഗീയത പറഞ്ഞാലും, ഈ രാജ്യത്തെ എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടിക്കെട്ടിയാലും അത് നേതൃത്വമാണ് മാത്രമാണ്. ഈ വർഗീയ നേതൃത്വം അത് നേതൃത്വത്തിൽ ഒതുങ്ങുകയാണ്. സാധാരണക്കാരായ മനുഷ്യർ, അത് ഹിന്ദു ആയാലും ക്രൈസ്തവരായാലും മുസൽമാനായാലും, അവരുടെയൊക്കെ മനസ്സ് കേരളത്തിൽ അവർ മതേതരത്വത്തോടൊപ്പമാണ്. ആ മതേതര നിലപാടുണ്ടായതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇവിടെ വേരുണ്ടായത്. ആ വേരിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു പിണറായി വിജയൻ. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു സംസ്ഥാനത്തെങ്കിലും ആ പാർട്ടി ബാക്കിയാകും. അത് ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ്. പിണറായിക്ക് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ നട്ടല്ലൊടിക്കാൻ നടക്കുക പിണറായി. ഇങ്ങനെ ഒടിച്ചു കളയാണ് പാർട്ടിയെ, ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ. അതിനെ സഹായിക്കണോ വേണ്ടയോ എന്ന് കേരളത്തിലെ വോട്ടർമാരായ സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കും. കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ ആദ്യമുണ്ടാകുക ആ പ്രദേശത്തെ ഏറ്റവും വലിയ സഖാവായിരിക്കും. ആ വോട്ട് ഈ പറയുന്ന പിണറായിസത്തിനെതിരായിരിക്കും. എന്തിനു വേണ്ടിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇവിടെ നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും സതീശനിസമൊക്കെ അവസാനിച്ചു. ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ഇവിടെ ഈ നാടിനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. പൊതുവായ ഈ നാടിൻ്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് UDFനെ സഹായിക്കാൻ പറ്റുമോ, എന്ത് ത്യാഗം എന്ത് നഷ്ടവും സഹിച്ചിട്ടാണ് നിൽക്കും. കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാ. എനിക്ക് ആ MLA പണിയായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല. അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്കുണ്ടായാലും UDFനോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനെ അധികാരത്തിലെത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ, എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ, എനിക്ക് ഒപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ, എല്ലാ നിലപാടും UDFന് അനുകൂലമായി സ്വീകരിക്കും പിണറായി സത്തെ അവസാനിപ്പിക്കാൻ. അത് തന്നെയാണ് നിലപാട്. ഒരാവശ്യമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒന്നും ആക്കിയില്ലെങ്കിൽ ഞങ്ങൾ UDFൻ്റെ കൂടെ നിൽക്കും. കാരണം പിണറായി സത്തെ അവസാനിപ്പിക്കാനാണ് നിയമസഭ വിട്ട് ഞാൻ ഇറങ്ങി വന്നത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കും. ഒരു കണ്ടീഷനുമില്ല. പറഞ്ഞല്ലോ, ആ സാഹചര്യമൊക്കെ മാറി. കേരളത്തിലെ നിയമസഭ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെക്കാളും എത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയം മലീമസമായി. എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? അവിടെ ഞങ്ങൾക്ക് സീറ്റ് വേണം, ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും നിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ ഈ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ ഈ വർഗീയ കോമരങ്ങൾക്ക് അടിയറ വെക്കുന്ന ഈ പിണറായിസത്തെ തടയാൻ അണ്ണാരക്കണ്ണനും
തന്നാൽ എന്താവും എന്ന് പറയുന്നത് പോലെ എന്താണോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവന, ആ സംഭാവന UDF ചെയ്തു കൊടുക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നോട് ബലാബലം നിന്ന് ഫൈറ്റ് ചെയ്ത PV അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്പം അയഞ്ഞു. അല്പല്ല, നല്ല കഴിഞ്ഞിട്ടുണ്ട്. അല്പല്ല, നന്നായി എങ്ങനെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് എല്ലായിടത്തും മത്സരിക്കുമല്ല, UDF-മായി ചർച്ച നടത്തിയതിനു ശേഷം സീറ്റിൽ ഏതെങ്കിലും ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മത്സരിക്കുമല്ല, എല്ലാ സീറ്റും മത്സരിക്കും. അല്ല, അതെല്ലാം പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് ആത്യന്തികമായിട്ട് ഇപ്പോൾ ഒറ്റ ലക്ഷ്യമുള്ളൂ. അത് ഈ മിനിയാന്നത്തെ CPM-ൻ്റെ NEP-യുടെ സിഗ്നേച്ചറോട് കൂടിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചൊന്നും ആലോചിക്കാനില്ല. ഞങ്ങൾ ഇറങ്ങിയ പോരാട്ടം ഫാസിസത്തിനെതിരെയാണ്. ആ ഫാസിസത്തെ എങ്ങനെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പിണറായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് തടി രക്ഷപ്പെടാനാണ്. പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം. കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കൂ, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി ഇരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ BJPക്ക് ഒരു MLA പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് BJPയുടെ ഒരു മുഖ്യമന്ത്രി, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതം. ഒരു MLA ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഇതര BJP മുഖ്യമന്ത്രിമാർക്ക് എങ്ങനെ BJPയെ സഹായിക്കാനുള്ള നിലപാട്, കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിമാരോടൊപ്പം ഒരു MLA പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുകയാണ്. അവിടത്തേക്ക് എത്തി കേരളം. അദ്ദേഹത്തിൻ്റെ സ്വയം രക്ഷയ്ക്കപ്പുറം ഈ കണ്ണൂരിൽ ഈ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ കണ്ണൂരിലെ പത്രപ്രവർത്തകനാണല്ലോ, 600ഓളം സഖാക്കൾ രക്തസാക്ഷിത്വം കേരളത്തിൽ വഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ധീര രക്തസാക്ഷികളായ 600ഓളം സഖാക്കളുണ്ട്. അതിലെ മഹാഭൂരിപക്ഷവും ഈ കണ്ണൂരിൻ്റെ മണ്ണിലാണ്. ആ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ണൂരിൻ്റെ മണ്ണിൽ രക്തസാക്ഷികളായ സഖാക്കളുടെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ പോരാടിയത് ഈ ഫാസിസത്തിനെതിരെയാണ്, ഈ വർഗീയതക്കെതിരെയാണ്, ഈ BJPക്കെതിരെയാണ്, ഈ RSSനെതിരെയാണ്. ആ കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവരിത് താങ്ങും എന്ന് പത്രക്കാരായ നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ? ചെറിയ ബന്ധമൊക്കെ എനിക്കുണ്ടല്ലോ ഇവരൊക്കെ ആയിട്ട്. ഒരു 5-8-10 വർഷം അവരോട് കൂടെ നടന്നവരാണല്ലോ. അവർ പറയുന്ന വികാരം ഇതൊക്കെ ഇവിടെ പ്രതിഫലിക്കാൻ പോവുകയാണ്. ഈ പ്രസ്ഥാനത്തെ ഒന്നടങ്കം കൊണ്ടുപോയിട്ട് BJPയുടെ അടുപ്പിൽ കെട്ടിക്കഴിഞ്ഞു പിണറായി. അതിനെ രക്ഷപ്പെടുത്തിയെടുക്കണോ വേണ്ടയോ? ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണോ അല്ല ത്രിപുരയും പശ്ചിമ ബംഗാളും ആകണോ എന്ന് തീരുമാനിക്കാൻ സഖാക്കൾക്ക് കിട്ടുന്ന അവസരമാണ് ഈ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് വളരെ ബുദ്ധിപൂർവം ആലോചിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ വ്യക്തിപരമായി അവരുടെ മനസാക്ഷിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ പാർട്ടിയെ തകർക്കാനുള്ള ഈ പിണറായിസത്തെ കമ്മ്യൂണിസ്റ്റുകാർ തകർത്ത് കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത്. 20,000 വോട്ട് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോഴും ഉണ്ട് CPM UDF-ൻ്റെ വോട്ട്. മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അതേ വോട്ട് UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിലുണ്ട്. 80,000 വോട്ടിൽ നിന്ന് LDF-ൻ്റെ സ്ഥാനാർത്ഥി 60,000-ലേക്ക് പോയതാരാ? പച്ച സഖാക്കൾ എനിക്ക് ചെയ്ത വോട്ടാണ്. അത് കേരളത്തിൽ ഒട്ടാകുണ്ട്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്ത് മാത്രമല്ല, വ്യക്തിപരമായി അതിൽ എന്താ 10-20% വോട്ടുണ്ടാകുമായിരിക്കാം ആ 20,000-ൽ. ബാക്കി വരുന്ന 80% വോട്ടുകളും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ പിണറായിയെ താഴെ ഇറക്കണമെന്ന് തീരുമാനിച്ചിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന നെഞ്ഞത്ത് കൈവച്ച് പച്ച സഖാക്കൾ ചെയ്ത വോട്ടാണ്. ഈ LDF-ൽ താങ്കൾ നിന്ന സമയത്ത്, ആ സമയത്ത് പിണറായിക്കെതിരായ ആ തുടക്കം കാലം, ആ സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു കണ്ണൂരിൽ നിന്ന് വലിയ തോതിൽ സഖാക്കളുടെ ഒരു പിന്തുണ കിട്ടിയിരുന്നു എന്ന്. ഇപ്പോൾ ഈ കണ്ണൂരിൽ വെച്ച് പറയാൻ കഴിയും ആരൊക്കെയാണ് ആ സമയത്ത് താങ്കൾക്ക് പിന്തുണ നൽകിയത്? ആളെ പറഞ്ഞപ്പോൾ ഞാൻ ഓരോ സമാധാനം കെടുത്തണോ? ആ സാധുക്കളെ ഞാൻ ഇടങ്ങാറാക്കണോ? അതായത് നിങ്ങൾ കണ്ടോ തെരഞ്ഞെടുപ്പിൽ? ഇപ്പോൾ കണ്ണൂരിലെ പത്രക്കാരാണല്ലോ. 6 മാസം കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഇരിക്കാം. ഏപ്രിൽ മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂർ ജില്ലയിലുണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ച 2026 തെരഞ്ഞെടുപ്പായിരിക്കും. ഇവിടെ പിണറായിസം മാത്രമല്ല, ഇവിടെ ശശിസുണ്ട്, പി ശശി. കണ്ണൂരിലെ സഖാക്കളേറ്റൊക്കെ ബന്ധമുള്ള പത്രക്കാരാണല്ലോ നിങ്ങൾ. ഉത്തരവാദിത്തപ്പെട്ടവരോട് നിങ്ങൾ സ്വകാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിനെയും ഈ മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും ഈ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദി പി ശശിയല്ലേ? ഇവിടെ മൂന്ന് വിഷയങ്ങൾ ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരാണ്. ഒന്ന് പിണറായിസാണ്, രണ്ട് ഈ ഗവൺമെൻറ് തന്നെയാണ്, മൂന്ന് പി ശശിയാണ്. ഈ മൂന്ന് വികാരങ്ങളും അലതല്ലുന്ന മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന പച്ചപ്പാവൻ സഖാക്കളുടെ നാടാണ് കണ്ണൂർ. ഞാൻ ഈ പറഞ്ഞ രക്തസാക്ഷികളായ 600ഓളം കുടുംബ ആളുകളിൽ ഒട്ടുമിക്കതും ഈ മണ്ണിലാണ്. അവരൊക്കെ ഇത് കാണില്ലേ? ഞങ്ങളുടെ മക്കൾ എന്തിനാണ് ജീവൻ നൽകിയത്? എൻ്റെ ഭർത്താവ് എന്തിനു വേണ്ടിയാണ് മരണപ്പെട്ടത്? എൻ്റെ മോന് എന്തിനു വേണ്ടിയാണ് മരണപ്പെട്ടത്? ഈ പറയുന്ന ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. ആ കുടുംബം എങ്ങനെയത് സഹിക്കുക? അവർ പ്രതികരിക്കാതിരിക്കുമോ? അവർ പ്രതികരിക്കുമെന്ന് അവർ എന്നോട് പറയുന്നു. അതാരാണ് എന്ന് ദയവായി എനിക്കൊരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല, ആ ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ PV അൻവർ പറഞ്ഞത് വസ്തുതയായിരുന്നു എന്ന് 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോൾ കണ്ണൂരിലെ പത്രമാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും അൻവർ അന്ന് പറഞ്ഞതും ഇന്ന് ഈ പറയുന്നതും ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവർക്കൊന്നും പുറത്തു വരാൻ കഴിയില്ല. അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്താണ്? ആ പോളിംഗ് ബൂത്തിൽ ഒരു മനുഷ്യനും കാണാതെ ആ സാധനം അവരമർത്തും. അതിവിടെ സംഭവിക്കും. വെറും ജയരാജേട്ടല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ശാരീരികമായിട്ട് എന്തൊക്കെ അസുഖമുണ്ട്, വെറുതെ അയാളെ ഇറങ്ങാറാക്കണ്ട. തത്വത്തിൽ സ്വീകരിക്കുന്നത് 16-ാം തീയതിയാണ്. 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ ഇക്കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ സൂചിപ്പിക്കില്ല. അതിനുശേഷം പുറത്തുനിന്ന് പ്രതികരണം നടത്തി CPMന്റെ ജനറൽ സെക്രട്ടറി തന്നെ വന്ന് CPI ആയിട്ട് ചർച്ച നടത്തി. അതായത് 16-ാം തീയതി നടന്നിട്ടുള്ള ഈ ധാരണയിൽ 23-ാം തീയതി CPMന്റെ ജനറൽ സെക്രട്ടറി തന്നെ CPI ചർച്ച നടത്തും, കാര്യങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് പറയും. സത്യത്തിൽ CPMന്റെ ജനറൽ സെക്രട്ടറി ഒരു അല്ല, അതൊന്നും അങ്ങനെയൊക്കെ ഗതികെട്ടെന്ന് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉത്തരം പറയും. 27-ാം തീയതി CPIയുടെ തീരുമാനം വരട്ടെ. അതുവരെ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉത്തരം പറയുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഒരു സംസാരം കൊണ്ട് ഒരു അനാവശ്യമായിട്ടുള്ളൊരു ചർച്ച ഈ ഒരു ഘട്ടത്തിൽ അവർ കടന്നു വരണ്ടെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ആരാണ് റബ്ബർ സ്റ്റാമ്പ്, ആരാണ് ഇരുമ്പൊലക്ക എന്നൊക്കെ നമുക്ക് 27-ാം തീയതി അറിയാം. അതിനുശേഷം നമ്മൾ പറയുന്ന മറുപടി. ഈ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നാട്ടിൽ നിന്നാണ് താങ്കൾ വരുന്നത്. കായിക മന്ത്രി താങ്കളുടെ നാട്ടിലാണ്. ഒക്ടോബറിൽ മെസ്സി വരും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അത് തുടർച്ചയായിട്ട് മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിലവിലിപ്പോൾ മനസ്സിലാക്കുന്നത് ഒക്ടോബറിൽ മെസ്സി വരില്ല എന്നുള്ളതാണ്. ഫിഫയുടെ അനുമതി എന്തോ ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് വരില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് സ്പോൺസറും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ അത്തരം വിവരങ്ങളാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തുടർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ മാത്രം എങ്ങനെയാണ് മെസ്സി കേരളത്തിൽ വരുന്നത്? അല്ല, മെസ്സി വരാതിരുന്നാൽ അത് കേരളത്തിനെ സംബന്ധിച്ചും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചും നമുക്ക് വലിയ നഷ്ടം തന്നെ. അത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് കേരളത്തിലെ സ്പോർട്സ് എന്താ പറയുക സ്നേഹികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും അത് വളരെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അത് വരാതിരുന്നാൽ അത് നഷ്ടമാണ്, വന്നാൽ അത് വളരെ നല്ലതാണ്. അതുകൊണ്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയും, അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാക്കി ആർക്കെങ്കിലും മാറ്റാൻ കഴിയുന്ന ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയൊന്നും മാറി മറിയുന്ന രാഷ്ട്രീയമല്ല കേരളത്തിൽ. രാഷ്ട്രീയമായിട്ട് തന്നെ രാഷ്ട്രീയത്തെ അപഗ്രഥിക്കാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ പോകും. ഇനിയൊരു വെഡിത്തം കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരു വെള്ളാപ്പള്ളിയുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ വേണ്ടാത്ത തോന്നിവാസം മുഴുവൻ നാട്ടിൽ പറഞ്ഞു നടന്ന് ഈ രീതിയിലുള്ള BJPയുമായുള്ള ബാന്ധവങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് അങ്ങ് കയറിക്കളയാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണ്, യാതൊരു തർക്കവുമില്ല. ഈ ഇരിക്കുന്നതാണ് കേരളം. ഇവിടെ ഇപ്പോൾ മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അപ്പുറത്തുണ്ട്. ഈ ഇരിക്കുന്ന പത്രമാധ്യമ പ്രവർത്തനങ്ങളാണ്. ഇതാണ് കേരളം. ഈ ഇരുത്തം നോർത്ത് ഇന്ത്യയിൽ ഇരിക്കില്ല.
പത്രക്കാരായ നിങ്ങളിരിക്കില്ല. അവിടെ എപ്പോഴും ജാതിയും അതൊക്കെ തന്നെയാണ്. അവിടെ ഇത് നടക്കും. അവിടെ നടക്കുന്നത് ഇവിടെ പ്രാക്ടിക്കലൈസ് ചെയ്യാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെയും കൂടി വാട്ടർലൂ ആയിരിക്കും 2026 തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു സംശയമില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ തുടർച്ചയായിട്ട് കായികപ്രേമികളെ പറ്റിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. ഞാൻ ആ വിഷയം കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല, സത്യം പറയല്ലോ. മെസ്സി വരുന്നുണ്ട്, നല്ല കാര്യം എന്നതിലപ്പുറം. അല്ല, കായിക മന്ത്രിക്ക് ഇപ്പം എന്നെ വിളിക്കാൻ പേടിയാ. എൻ്റെ ഫോണൊക്കെ ടാപ്പിങ്ങിലാണല്ലോ. അപ്പം ഇനി പണ്ടുണ്ടായതിന് സൗഹൃദം കൂടി ഇല്ല, സത്യം പറയണമെങ്കിൽ. എല്ലാ കാര്യം പറയല്ലോ. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും എന്താ പറയുക സൗഹൃദമൊക്കെ പങ്കിടണമെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് ഫോൺ തരില്ല. അതുകൊണ്ട് ഫ്രീക്വൻ്റായിട്ട് ഞാൻ വിളിച്ചിട്ട് അത് കാരണം എന്തിനാ നമ്മൾ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കണ്ണൂരിലെ പേര് വെച്ച പോലെ നമ്മളോ ഇതിനെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളോട് സ്നേഹവും ഇഷ്ടമില്ലല്ലോ കൊടുക്കുന്നത് ഈ കൊടുക്കണ്ടല്ലോ. അതാണ് ആ കാര്യത്തിൽ എൻ്റെ നിലപാട്. ഓക്കെ, ചെറിയ ഭക്ഷണം കൊണ്ട് കഴിക്കാം.